തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം. അപ്പൊ വിൻസി ചേച്ചി, ദീപക്കേട്ടാ, എന്താണ് മൂവിനെ പറ്റി മോർ ഡീറ്റെയിൽസ് എന്തെങ്കിലും? അതെ, ഒരു സസ്പെൻസ് ത്രില്ലർ ആണ്. ഓ, ഷൈൻ ടോം ചാക്കോയാണ് നായകൻ, വിൻസിയാണ് നായിക. അങ്ങനെയല്ല, നമ്മൾ രണ്ടുപേരും ക്യാരക്ടർ റോൾസ് ആണ്. രസമുള്ള സിനിമയായിരിക്കാം. ഇതില് മീനുട്ടിനെ പോലത്തെ കുറെ ഒരു ഗ്രൂപ്പ് ഓഫ് പിള്ളേരുണ്ട്. അവരുടെയും അവരുടെയാണ് മെയിൻ ആക്ച്വലി ഈ ഒരു കഥ എന്ന് പറയുന്നത്. അവരിലൂടെ കടന്നു പോകുന്ന ഒരു കഥയാണ്. ഒരു സസ്പെൻസ്, ചെറിയൊരു സസ്പെൻസ്, ലൈറ്റ് വെയിറ്റ് ത്രില്ലർ ആണ്. അതെ, അപ്പൊ എല്ലാ ഓഡിയൻസിനും എൻജോയ് ചെയ്യാൻ പറ്റുന്ന. ഇവർ രണ്ടുപേരും ഒന്നും കാണാതെ ഒരു സിനിമയ്ക്ക് തല വെക്കില്ല. ഇവരുടെ എന്നടാ ഒരു വല്ലാത്ത വിളിവി ആൾക്കാർ വന്നിരിക്കുമെന്നാണ് വിളിക്കാതെ വന്ന ആള്. ഞാൻ ഒരാളെ തിരക്കി വന്നയാ. ഇവിടേക്കുള്ളതാ. എല്ലാ പ്രാവശ്യം ഇത് തന്നെയാണല്ലോ. പേരെന്താ? ദേവതീർത്ത്. ദീപക്കേട്ടാ, നമ്മള് നാളെ കണ്ടല്ലേ? ചിരിയൊന്ന് സൈഡ് ഒതുങ്ങി തരാവോ? വേണ്ട വേണ്ട, എന്തോ ഒരു ഉദ്ദേശമുണ്ട്. എന്താണ് ഉദ്ദേശം? ചുമ്മാ കള്ള ലക്ഷണം ഉണ്ടല്ലോ. ചുമ്മാ അവിടെ ഇരിക്കാൻ വന്നതാ. ദീപക് ചേച്ചിക്ക് എന്തൊക്കെയുണ്ട് ദീപക് ചേച്ചി ഈ നാറ്റിക്കാനായിട്ടാണ് ഉദ്ദേശിച്ചത്. സുഖമാണോ? നല്ല സുഖമാ. സിനിമ എന്തൊക്കെയുണ്ട്? സിനിമ നന്നായിട്ട് പോകും. ആ സിനിമയുടെ വിശേഷം പറയാനാ വന്നത്. എടാ, നീ പെൺകുട്ടികളെ മാത്രം മൈൻഡ് ചെയ്യണം, നിന്റെ അപ്പുറത്തും മാത്രം നോക്കണോ? എങ്ങാനും ചെയ്തിരുന്നോ ദീപക്കേട്ടനെ? ചെയ്തിരുന്നു. ഞാൻ ഇവിടെ ആരെയാ ചെയ്തേന്നറിയാവോ? ആരെയാ? ജനപ്രിയ നായകന് ദിലീപേട്ടനെയോ? Yes. യെസ്, ദിലീപേട്ടന്റെ സിനിമ ഇപ്പൊ സൂപ്പർ ഹിറ്റ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുക. അതിൽ ഞാനൊരു ഡബിങ് ചെയ്തിട്ടുണ്ട്. ആർക്ക് വേണ്ടിയായിരുന്നു? നായികയ്ക്ക് വേണ്ടിട്ട്. ആ റേഡിയോ മറ്റേ യൂട്യൂബറായിട്ട് വന്ന കൊച്ചി. ആ സിനിമയിലെ മെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നായികയുടെ വരവോട് കൂടി ആ സിനിമ വേറെ ലെവലിലോട്ട് പോകും. പക്ഷെ ഞാൻ ആ കൊച്ചിന്റെ ശബ്ദം വിചാരിച്ചേ. അപ്പൊ അതൊരു ഗംഭീര കൈയടി. ഇനി ഞാനാ താങ്ക്ഫുള്ള്, ബിക്കോസ് ആ ഒരു സൂപ്പർ ഹിറ്റ് മൂവിയുടെ ഒരു ഭാഗമാവാൻ പറ്റിയല്ലോ എന്നുള്ളത് അത് ഭയങ്കര താങ്ക്ഫുൾ ആണ്. ബിൻസി ചേച്ചി, എനിക്ക് ഇച്ചിരി പേരുണ്ട്. എനിക്കിച്ചിരി പേരുണ്ട്. എന്തൊക്കെയാ പേര്? ഒന്ന് ദേവതീർത്ത് അല്ല, അതെന്റെ ശരിക്കും പേര്. വേറെ പേരുകള്? ജനപ്രിയ ഗായകൻ. നായകൻ ദിലീപേട്ടൻ, ജനപ്രിയൻ ഗായകൻ നീ. ജനപ്രിയ ചേട്ടൻ, എല്ലാവരുടെയും ഏട്ടൻ. അതിലേക്ക് ഞാൻ വരുന്നുണ്ട് ഉടനെ തന്നെ. ജനപ്രിയ ഏട്ടൻ, പിന്നെയും ഒരു ജനപ്രിയ ഒരെണ്ണോട് നീ പറഞ്ഞില്ലേ ഞങ്ങൾ ഇവിടെ വിടില്ല. ജനപ്രിയ കാമുകൻ. ഇവിടെ ആരാ? അങ്ങനൊന്നുമില്ല, എല്ലാവരും ഉണ്ട്. എനിക്ക് ഏകദേശം 10 വയസ്സ്. ഓ, അത്രയല്ലേ ഉള്ളൂ? ഏകദേശം വളരെ കൂടുതലാണ്. ചേച്ചി പിന്നീട് സിനിമയിലില്ലേ? ഞാൻ ഇപ്പൊ കുറച്ച് സിനിമകളിലുണ്ട്. അതിൽ ഈ സിനിമയുടെ പേരെന്താ? അതിനകത്ത് ഇച്ചിരി വിശേഷങ്ങൾ പറ. ഈ സിനിമയുടെ പേരും സൂത്രവാക്യം. സൂത്രവാക്യം. വിശേഷങ്ങൾ നല്ല സൂപ്പർ വിശേഷങ്ങൾ. സൂത്രവാക്യത്തിന് എന്തൊക്കെയുണ്ട്? സൂത്രവാക്യത്തില് മീനു ചേച്ചിനെ പോലത്തെ കുറെ പിള്ളേരുണ്ട്. അവരെയാണ് ഞാൻ ഒതുക്കുന്നത്. അടിച്ചൊതുക്കുക അവരെ. കൂടാതെ വേറെ ആൾക്കാർ അടിച്ചൊതുക്കാനുണ്ട്. ആരൊക്കെയാ? ഷൈൻ ചേട്ടനെ അറിയാവോ? ഷൈൻ ചേട്ടാ. ദീപക്കേട്ടനെ അറിയാവോ? അതും അടിച്ചൊതുക്കിയിട്ടുണ്ട്. പിള്ളേരെ മൊത്തത്തിൽ ഞങ്ങൾ പിള്ളേരെ അടിച്ചൊതുക്കൽ അതില്. ആണോ? എന്തായാലും ഞാൻ കാണുന്നുണ്ട്, പോയി. നീ കാണണം. നീ കാണണം. ചോദിക്കും. ചേച്ചി, സിനിമയുടെ പേരെന്തായിരുന്നു എല്ലായിടത്തും പറയാനാ? നീ ഉറക്കനെ വിളിച്ചു പറഞ്ഞു സൂത്രവാക്യം. 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 കറക്റ്റ് ആയിട്ട് നീ പറഞ്ഞു കൊടുക്കണം കേട്ടോ. പാട്ട് ഒരു നല്ലൊരു ശ്രുതിയൊക്കെ ഇട്ടിട്ടൊന്ന് പാടുമോ? അത് സൂത്രവാക്യം. എന്തായാലും വന്നതല്ലേ, രണ്ടുപേരും ഇവർക്കൊന്ന് പാടിക്കൊടുത്തിട്ടോ. ഏതെങ്കിലും നിന്റെ ഇവിടെ പാടിയ ഇഷ്ടപ്പെട്ട ഒരു പാട്ട്, അല്ലെങ്കിൽ നീ പാടുന്ന എല്ലാരും ഇഷ്ടമുള്ള ഒരു പാട്ട്. വെണ്ണ തോൽക്കും പെണ്ണെ നീ വെളുത്ത വാവായി മിന്നിയോ മനസ്സിന്റെ ഉള്ളിലെ മലർപ്പൊയ്കയിൽ നിന്റെ പൂവൽ പുഞ്ചിരിയും കുരുന്നു കണ്ണിൽ നാണം അടുത്തൊന്നു കാണുവാൻ കൊതിക്കുന്നു ഞാൻ. കാവിനകത്തൊരു കാർത്തിക സന്ധ്യയിൽ
കടലോടിയൊരുമ്മ കൊടുത്തു കടന്നു കളഞ്ഞൊരു കള്ളനെ നുള്ളിയതിന്നലെ എന്നതുപോലെ മനസ്സിൽ തെളിയുന്നു. എവിടുന്നാണ് ഇത്ര വയ്ക്കും മിന്നൽ തൂവിയ സിന്ദൂരം കനകനിലാവിൽ ചാലിച്ചെഴുതി നിൻ ചിത്രം. ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കണം, അവിടെ മാത്രം നോക്കിയിട്ട് പണം അല്ല, ഇത് പാടിയാൽ എല്ലാരും വീഴും. അതെ അതെ അല്ല അവന്റെ നോട്ടോ കണ്ണായിരുന്നു, മുഖത്തൊന്ന് കണ്ണെടുക്കാതെ കണ്ണില് നോക്കി ഇവന് അതെ 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 ഞാൻ ശ്രദ്ധിച്ചു. ഒരു കാമുക കണ്ണുകൾ. പാട്ട് മാത്രമേ താല്പര്യമുള്ളൂ, സിനിമയിൽ അഭിനയിക്കാനൊക്കെ ആഗ്രഹമുണ്ടോ? ഉണ്ട് നല്ല ആ കഴിവുണ്ടോ? നിങ്ങൾക്ക് വല്ല ചൈൽഡ് ആർട്ടിസ്റ്റ് പിള്ളേരെ വേണമെങ്കിൽ ഇവൻ ഇവിടുത്തെ ഒരു ബെസ്റ്റ് ആണ്. എന്ത് കൊടുത്താലും ഇവന്റെ നാച്ചുറൽ ആണ്. ചില കാര്യങ്ങൾ നമ്മൾ ഞെട്ടിപ്പോവും. അഭിനയിക്കാൻ കറക്റ്റാ പറഞ്ഞ, നല്ല കഴിവുണ്ട്. അതെ അതെ ഉണ്ട് നല്ല കഴിവുണ്ട്. പിന്നെ ക്യാമറ ഫ്രണ്ട്ലി ഫേസ് ആണ്. അതെ വിനീതേട്ടനൊക്കെ പോലെ ആക്ടർ ആവണം, ഗായകനാവണം, പറ്റുമെങ്കിൽ ഡയറക്ടർ ആയിക്കോ, എന്നിട്ട് ചേച്ചിക്കൊക്കെ ഒരു അവസരം തരണം. ഓക്കെ ഓക്കെ ചേച്ചി എനിക്കല്ലേ അവസരം തരുന്നത്? ചേച്ചി എനിക്ക് അവസരം തന്ന് ഞാനിങ്ങനെ വലിയ ആളായിട്ട്. അതെ എന്നാ മതി ഇങ്ങ് പോരേട്ടോ. ഹലോ. ആള് കൊള്ളാം. ആ ചേട്ടൻ ഒരു ഹലോ പോലും നാണമില്ലടാ നിനക്ക്. ഇത്ര ഒരു ഇതല്ലേ. അയ്യേ എന്നാലും എന്താ സൂത്രവാക്യം? അത് മെയ് 30 തിയേറ്ററിലെ ആ സൂത്രം പറയത്തുള്ളൂ. ഓക്കെ ആ അപ്പൊ കാണണം. കാണും. ഓക്കെ ഓക്കെ പോരെ 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 പോരെ. ോളം സമാനതകളില്ലാത്ത രുചി. LG കായം.